ഇന്ന് ഈസോപ്പ് കഥകളിലെ പൂച്ച സുന്ദരിയുടെ കഥയാണ് കേട്ടോ. ഒരിടത്തൊരു ചക്കി പൂച്ച ഉണ്ടായിരുന്നു. വെളുത്ത് കൊഴുത്ത് കുറേ രോമങ്ങളും നീണ്ട വാലും നല്ല നീല കണ്ണുകളും ഒക്കെയുള്ള അതിസുന്ദരിയായിരുന്നു നമ്മുടെ ചക്കി. പക്ഷേ സ്വന്തം സൗന്ദര്യത്തിൽ അവള് ഇത്തിരി അഹങ്കരിച്ചിരുന്നു. സുന്ദരന്മാരും ധീരന്മാരും ദിവസവും 2-3 എലികളെ കശാപ്പ് ചെയ്യുന്നവരുമായ ധീരവീരകണ്ഠന്മാർ അവളുടെ പിന്നാലെ ഞാവോ ഞാവോ എന്ന് പാട്ടും പാടി ചെന്നെങ്കിലും അവരുടെ നേരെ അവൾ അറപ്പും അവഗണനയുമാണ് കാട്ടിയത്. വല്ലാതെ ശല്യം ചെയ്തവരെ മുറുമുറുത്തും ചീറ്റിയും വാൽ വീർപ്പിച്ചു കാട്ടിയും അവൾ ഓടിച്ചു വിട്ടു. അത്ഭുതമെന്നല്ലാതെ എന്താ പറയാ, സുന്ദരി പൂച്ചയ്ക്ക് ഒരു മനുഷ്യ യുവാവിനോട് ഇഷ്ടം തോന്നി. എന്നും ചക്കി സുന്ദരി ഇളവയിലും കാഞ്ഞു കിടക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ആ വഴി പുഴയിൽ കുളിക്കാൻ പോകും. ചക്കി അയാളുടെ പിന്നാലെ കുറുങ്ങിക്കൊണ്ട് ചെന്നു. നല്ല സുന്ദരി പൂച്ച. അയാൾ അവളെ എടുത്ത് മാറോട് ചേർത്ത് തഴുകി. ചക്കി സുന്ദരിക്ക് സ്വർഗം കിട്ടിയ പോലെയായി. പക്ഷെ വെറും ഒരു പൂച്ചയായ തന്നെ വിവാഹം കഴിക്കാൻ എങ്ങനെ ആ യുവാവിനോട് പറയും? പറഞ്ഞാൽ അയാൾ പുറംകാല് കൊണ്ട് തൊഴിച്ചെറിയില്ലേ? ചക്കി തല പുകഞ്ഞാലോചിച്ചു. ഒടുവിൽ തന്റെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കാൻ തന്നെ തീരുമാനിച്ചു. സുന്ദരിപ്പൂച്ചയുടെ ഭക്തിയോടെയുള്ള പ്രാർത്ഥന ചെവിക്കൊള്ളാതിരിക്കാൻ ദേവിക്ക് കഴിയോ? ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്താ വരം വേണ്ടത് പൂച്ചസുന്ദരി? ദേവി, ഞാനൊരു മനുഷ്യ യുവാവിനെ പ്രേമിക്കുന്നു. അദ്ദേഹത്തോട് ജീവിക്കാൻ എന്നെ ഒരു മനുഷ്യ സ്ത്രീയാക്കി മാറ്റിയാലും? അവളുടെ മോഹം അല്പം അതിര് കടന്നതായി ദേവിക്ക് തോന്നി. എന്നാലും അപ്രകാരം സംഭവിക്കട്ടെ എന്ന് ദേവി അനുഗ്രഹിച്ചു. അടുത്ത നിമിഷം പൂച്ച ഒരു സുരസുന്ദരിയായി മാറി. ആരും കണ്ടാൽ മോഹിച്ചു പോകുന്ന ഒരു ദേവകന്യകയെ പോലെ ഒരു യുവതി. അവളെ ഒരു നോക്ക് കണ്ടതും ആ യുവാവ് അവളുടെ അടിമയായിപ്പോയി. അവളെ അയാൾ വിവാഹം കഴിച്ചു. ആർഭാടപൂർണമായ വിവാഹമൊക്കെ കഴിഞ്ഞ് രാത്രിയായി. ഇതെല്ലാം നോക്കി രസിച്ചുകൊണ്ട് ദേവി അദൃശ്യയായി നിൽക്കുന്നുണ്ടായിരുന്നു. കൊള്ളാം, നല്ല ജോഡി. സുന്ദരനായ ഭർത്താവ്, സുന്ദരിയായ ഭാര്യ. തന്റെ അനുഗ്രഹം കൊണ്ട് സുന്ദരിയായി മാറിയ പൂച്ച ഇനി അങ്ങനെ സുഖങ്ങൾ അനുഭവിച്ചു വാഴട്ടെ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എവിടെ നിന്നോ ഒരു എലി ആ മുറിയിലേക്ക് കടന്നു വന്നു. എലിയെ കണ്ടതും സുന്ദരിയുടെ ഉള്ളിലെ പൂച്ച പെടഞ്ഞെണീറ്റു. ഭർത്താവിന്റെ മാർഗത്തിൽ നിന്ന് പിടിവിട്ടവൾ ഒറ്റ ചാട്ടത്തിന് എലിയെ പിടികൂടി. അവളുടെ കൈവിരലുകളിലെ കൂർത്ത പൂച്ചനഖങ്ങൾ ഉണ്ടായിരുന്നു. എലിയെ കൊന്നതിന് സുന്ദരിയായ ഭാര്യയെ കണ്ട് ഞെട്ടി വിറച്ചു നിന്നുപോയി ഭർത്താവ്. ദേവിക്ക് കോപം വന്നു. തൃപ്തികെട്ടവൾ മനുഷ്യ സ്ത്രീയായി മാറിയിട്ടും പൂച്ചത്തരം കൈവിടാൻ തയ്യാറില്ലാത്ത ഇവൾ വീണ്ടും പഴയ പൂച്ചയായി മാറട്ടെ എന്ന് ദേവി ശപിച്ചു. അടുത്ത നിമിഷം സുന്ദരി പഴയ സുന്ദരി പൂച്ചയായി മാറി. ഒന്നും മനസ്സിലാകാതെ ആ നവവരൻ വായും പിളർന്നു നിന്നു. എങ്ങനെയുണ്ട് കഥ?